നമസ്കാരം, ഞാൻ സുജിത്ത്, എസ് കെ ഗ്യാരേജ്. എസ് കെ ഗ്യാരേജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 1987 മോഡൽ റോയൽ എൻഫീൽഡ് ഒരു റീസ്റ്റോറിങ് വീഡിയോസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. എൻജിൻ ഫുള്ളി റീസ്റ്റോർ, ബോഡി പെയിൻറ്റിങ്, പ്ലേറ്റിംഗ്, ബഫിങ്, ഫുൾ വർക്ക് ഉള്ള വണ്ടിയാണിത്. റീസെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോസാണ്. എൻജിൻ വർക്ക് ഉൾപ്പെടെ ഫുൾ വർക്ക് ചെയ്തിറങ്ങിയ വണ്ടിയാണ്. ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കണം. പെയിൻറ്റിങ് കഴിഞ്ഞ് ഹെഡാണ്. അതിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റി പെയിൻറ്റിങ് തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഗിയർ ബോക്സ് അസംബ്ലി ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഉപയോഗിക്കുന്ന പാർട്സുകളെല്ലാം ജെനുവിൻ OE പാർട്സുകൾ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. റോയൽ എൻഫീൽഡിൻ്റെ ജെനുവിൻ പാർട്സുകൾ മാത്രം. ഞാനല്ല, ആരായാലും വാഹനങ്ങൾ പണിയാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഒറിജിനൽ പാർട്സ് തന്നെ ഉപയോഗിക്കുക. പിന്നെ ഈ 87 മോഡൽ വണ്ടിയിൽ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക്, സ്പ്ലിറ്റ് സീറ്റ്, ബാക്ക് വീതി കൂടിയ ടയർ എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ബാക്ക് മൽഗാർഡ്, സാരി ഗാർഡ്, സ്റ്റേ എല്ലാം പുതിയ മോഡൽ വണ്ടിയുടെ തന്നെയാണ് നമ്മൾ ഈ വണ്ടിയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ടൈലാമ്പായാലും ഇൻഡിക്കേറ്റർ ആയാലും സീറ്റ് അസംബ്ലി ആയാലും ഫ്രണ്ട് ഡിസ്ക് ഇവയെല്ലാം പുതിയ മോഡൽ ക്ലാസിക്കിൻ്റെയാണ് ബിൽറ്റ് ചെയ്തിരിക്കുന്നത്. വണ്ടി 87 മോഡലുമാണ്. ഇപ്പോൾ സ്റ്റാർട്ടിങ് കണ്ടീഷനാണ് വണ്ടി, നിങ്ങൾ കാണാം. വണ്ടി ഐഡിൽ തന്നെ ഇട്ടിരിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്ത് ഐഡിൽ സ്പീഡിൽ തന്നെ ഇട്ടേക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒന്നര ദിവസത്തോളം സ്റ്റാർട്ട് ചെയ്ത് ഐഡിൽ സ്പീഡിൽ തന്നെ ഈ വാഹനം ഇട്ടതിന് ശേഷമാണ് നമ്മൾ നിരത്തിലേക്ക് ഇറക്കുന്നത്. ഇപ്പോൾ ഏകദേശം ബോഡി ഫിറ്റിങ്ങുകളെല്ലാം കഴിഞ്ഞു. സ്റ്റിക്കറിങ്ങിന് വന്ന വണ്ടിയാണ്. വണ്ടി ഫുൾ പണി കഴിഞ്ഞ് നിരത്തിലിറക്കിയപ്പോഴുള്ള വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തരിക. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നന്ദി.